നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ എർട്ടിഗ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെഗ്മെന്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ മാരുതിയുടെ ഡിസൈർ ഈ ഒരു ഫേസിൽ വരുന്ന പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ പുതിയത് എടുക്കണോ ഇത് എടുക്കണോ തീരുമാനിക്കാം. മാരുതിയുടെ എർട്ടിഗ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2022 മോഡൽ 23 രജിസ്ട്രേഷനാണ് വന്നത്. നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ എർട്ടിഗ വിത്ത് കമ്പനി ഫിറ്റഡ് CNG കൂടിയിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണല്ലേ. ഇത് മാരുതി സുസുക്കിയുടെ ബലേനോ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2019 മോഡൽ ഡെൽറ്റ വേരിയന്റ് ആണ്. ഇത് മാരുതി സുസുക്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2014 മോഡൽ സെഡാൻ സെഗ്മെന്റ് യൂസ്ഡ് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഡിസൈർ സ്റ്റോക്ക് ഉണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ ഓൾഡ് ഫേസിൽ വരുന്ന വാഗനർ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2017 മോഡൽ VXC ആണ് വന്നത്. ഇത് മാരുതി സുസുക്കിയുടെ സെലറി അല്ലേ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? അപ്പോൾ ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. നിങ്ങൾ ടൈപ്പ് 2 സ്വിഫ്റ്റ് നോക്കുന്നവരാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം ഇവിടെ നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 4 സിലിണ്ടർ സ്വിഫ്റ്റ് അല്ലേ, ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ന്യൂ ഫേസിൽ വരുന്ന വാഗനർ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വാഹനമാണ്. അത്യാവശ്യം മൈലേജോട് കൂടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി എക്സ്പ്രസോ അല്ലേ. ഇത് മാരുതി സുസുക്കിയുടെ ബ്രസ ഫുൾ ലോഡ് വണ്ടിയാണ്. ഈ ഒരു വാഹനം പുതിയത് എടുക്കുന്ന നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള വാഹനം. അത്യാവശ്യം യൂസ്ഡ് മേഖലയിൽ ഹൈ ഡിമാൻഡ് വെഹിക്കിൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു വാഹനമാണ് എക്സ്പ്രസ്. അതും ഡീസൽ വാഹനമാണ് നമ്മൾ ഈ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് മാരുതിയുടെ ബലേനോ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് വരുന്നത് 2021 മോഡല്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂരുള്ള മൈജ മോട്ടോയുടെ ട്രൂ വാലറ്റ് ഷോറൂമിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് സഹകരണം കൊടുക്കുക. ഓണം പ്രമാണിച്ചിട്ട് കിടിലൻ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 1 ലക്ഷം മുതൽ 13 ലക്ഷം വരെയുള്ള വണ്ടികളാണുള്ളത്. ബഡ്ജറ്റ് വരുന്നുണ്ട്. അതിൽ എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുവാഹനങ്ങളും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മാരുതി വാഹനങ്ങൾ എടുക്കുമ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും. വാറണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് 19 ശേഷമുള്ള വണ്ടികൾക്ക് 6 മാസം അല്ലെങ്കിൽ 7500 കിലോമീറ്റർ വരെ, 19 മുതൽ 22 വരെയുള്ള വണ്ടികൾക്ക്. പിന്നെ വരുന്നത് 23 മുതൽ 26 വരെയുള്ള വണ്ടികൾക്ക് 1 ഇയറിൽ 15000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസ്. ഈ പറയുന്ന വാറണ്ടി സർവീസ് നമുക്ക് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടൂലേ. ഓക്കെ, പിന്നെ മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഈ ഓണക്കാലത്ത് എനിക്ക് തോന്നുന്നു 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റുമോ? ചെറുവണ്ടികളാണ് അധികം. അതെ, ഓൾട്ടോ വാഗനർ പോലുള്ള വാഹനങ്ങൾ സാധാരണക്കാർ തരുന്ന വാഹനങ്ങൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതിന് നമുക്ക് രണ്ട് സിബിലും കാണാൻ ഓക്കെ പ്രൊഫൈലുള്ള കസ്റ്റമർ അല്ലേ. ബാക്കിയൊക്കെ വെറുതെ സെറ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ വാഹനങ്ങൾ മോഡൽ കുറഞ്ഞ വാഹനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ആ വഴി നമുക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കറക്റ്റ് നമുക്ക് ഈ ഷോറൂമിലേക്ക് വരാൻ ലൊക്കേഷൻ എവിടെ വരുന്നത്? നമുക്ക് എറണാകുളം ബൈപ്പാസ് ജംഗ്ഷനിലെ കുണ്ടന്നൂരാണ്. കുണ്ടന്നൂരല്ലേ. നമ്മുടെ എടപ്പള്ളി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ വൈറ്റിലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ബൈപ്പാസ് ഇല്ലേ, നിയർ സരോവര ഹോട്ടൽ. അപ്പൊ നിങ്ങൾ ലൊക്കേഷനിൽ മൈജ മോട്ടോഴ്സ് ഒന്ന് അടിച്ചാൽ മതി. കാരണം പുതിയ ഷോറൂം തൊട്ടടുത്തുണ്ട്. വരാൻ പറ്റുന്നവർ എന്തെങ്കിലും ഷോറൂമിലേക്ക് വന്ന് നോക്കുക. ഏകദേശം 100ലധികം വാഹനങ്ങളുടെ സ്റ്റോക്ക് ഈ മാസം ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏത് തരം വാഹനങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സെഗ്മെന്റിൽ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് പരമാവധി ഇപ്പോൾ ഈ ഷോറൂമിലുള്ള വാഹനങ്ങൾ ഓരോന്നോരോന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് മാരുതിയുടെ എർട്ടിഗ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2022 മോഡൽ 23 രജിസ്ട്രേഷനാണ് വന്നത്. VXC ആണ് വേരിയന്റ്, സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ വന്നത് 75000 ആണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇത് നമുക്ക് വാറന്റി കൂടി കൊടുക്കാൻ പറ്റൂലേ? വാറന്റി കൊടുക്കാൻ പറ്റും. ഇതിനാകുമ്പോഴത്തേക്ക് നമുക്ക് 6 മാസം 7500 കിലോമീറ്റർ വാറന്റി വരുന്നത്. റേറ്റ് വന്നത് 8,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് 60-70 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ എർട്ടിഗ വിത്ത് കമ്പനി ഫിറ്റഡ് CNG കൂടിയിട്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആണല്ലേ. ഡീറ്റെയിൽസ് തന്നെ 2021 മോഡൽ VXC ആണ് വേരിയന്റ്, സിംഗിൾ ഓണർ വണ്ടി. 42,000 കിലോമീറ്റർ ഓടിക്കണം. റേറ്റ് വന്നത് 8,95,000 രൂപയാണ്. 895. അതെ. ഇത് നമുക്ക് വാറന്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് 6 മാസം അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വാറന്റി, 3 ഫ്രീ സർവീസും കൂടി കിട്ടും. അപ്പൊ നമുക്ക് പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാം. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അതിന്റെ പേരിലാണ് ഇവർ ഓൾ ഇന്ത്യ ഒരു വാറന്റി കാര്യങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്കിത് ഈ വാഹനം എടുക്കുകയാണെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ്? ഇത് നമുക്കൊരു 60,000 രൂപ 70,000 രൂപ നമുക്ക് തന്നെ ബാക്കി ലോൺ ചെയ്യാം. വാഹനങ്ങൾ മാറ്റി എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. പഴയ വാഹനങ്ങളൊക്കെ തന്നിട്ട് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ ബലേനോ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2019 മോഡൽ ഡെൽറ്റ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ വന്നത് 55,000 കിലോമീറ്റർ ആണ്. റേറ്റ് വന്നത് 5,85,000 രൂപയാണ്. 5,85. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവലാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണ്. ABS എയർബാഗും കാണാനൊക്കെ വരുന്ന ആ ഒരു മിഡിൽ ഓപ്ഷനിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പ്രൊജക്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളിലും പേപ്പേഴ്സ് ക്ലിയർ ആയിരിക്കും. അതിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു കിടിലൻ ഷോറൂം തന്നെയാണ്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഇതിന് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഇത് മാരുതി സുസുക്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2014 മോഡൽ VXC വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്.
കിലോമീറ്റർ വന്നത് 83,000 കിലോമീറ്റർ ആണ്. റേറ്റ് വന്നത് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ലല്ലോ? മേജർ ആക്സിഡന്റ് കാണുന്നില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. സെഡൻ സെഗ്മെന്റ് വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു വാഹനം തന്നെയാണ് അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2014 മോഡൽ VXi സിംഗിൾ ഓണർ വണ്ടിയാണ്. 54,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റേറ്റ് വന്നത് 3,60,000 രൂപ. 360 അല്ലേ? ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഏകദേശം ഇതിനൊരു 60,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ആണ്. 2014 ആയതുകൊണ്ട് നമുക്കൊരു 4 വർഷം 3 വർഷമൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. മോഡൽ കുറയുന്നതിനനുസരിച്ചിട്ട് കാലാവധി കുറയൂലേ? ഓക്കെ, നല്ലൊരു വാഹനം തന്നെ ഉള്ളും പുറമൊക്കെ വേറെ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സെഡാൻ സെഗ്മെന്റ് യൂസ്ഡ് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഡിസയർ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് അതിന് വരുന്നത് 2021 മോഡൽ VXi സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 57,000 ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 5,65,000 ആണ്. 5,65. ഇത് പെട്രോൾ മാനുവൽ അല്ലേ? അതെ, പെട്രോൾ മാനുവൽ ആകുമ്പോഴത്തേക്കും വാറന്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് 6 മാസം അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ 3 ഫ്രീ സർവീസും കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും പരിപൂർണ്ണ വിശ്വാസം എടുക്കാം. ട്രൂ വാല്യൂ സർട്ടിഫിക്കറ്റ് വാഹനമാണ്. നമുക്ക് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും വാറന്റിയും കിട്ടും, സർവീസും കിട്ടും. ഇത് മാരുതി സുസുക്കിയുടെ ഓൾഡ് ഫേസിൽ വരുന്ന വാഗനർ അല്ലേ? ഡീറ്റെയിൽസ് അതിന് വരുന്നത് 2017 മോഡൽ VXi ആണ് വന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 46,000 കിലോമീറ്റർ ഓടിയേക്കണത്. റേറ്റ് വരുന്നത് 3,70,000 രൂപയാണ്. ഇതിനകത്ത് നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഒരു റീപ്ലേസ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഡോറാണ് റീപ്ലേസ് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കസ്റ്റമറോട് തുറന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് വാഹനങ്ങൾ സെയിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടി ഒന്നുമില്ല. വിശ്വസിച്ച് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം. ചോദിക്കുന്ന പ്രൈസിൽ നിന്ന് ചെറിയ വ്യത്യാസം കാണാനൊക്കെ ഉണ്ടാവില്ലേ? ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ മാരുതി ഡിസയർ ഈ ഒരു ഫേസിൽ വരുന്ന പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ പുതിയത് എടുക്കണോ ഇത് എടുക്കണോ തീരുമാനിക്കട്ടോ. നമ്മൾ നല്ലൊരു ഷോറൂം കണ്ടീഷൻ വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് തന്നെ വരുന്നതിന്റെ 2025 മോഡൽ 26 രജിസ്ട്രേഷനാണ് വന്നത്. വേരിയന്റ് വന്നത് ZXi പ്ലസ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് വന്നത് 9,25,000 രൂപയാണ്. ചോദിക്കുന്ന പ്രൈസ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. 2026 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതാണ് പുതിയ എടുക്കുന്ന കസ്റ്റമറിനോട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറഞ്ഞത്. ഇതിന്റെ പുതിയതിനൊക്കെ നമുക്ക് എത്ര പ്രൈസ് വരും? 10,60,000 രൂപ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഓണർഷിപ്പ് മാത്രം മാറുന്നുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 1.5 ലക്ഷത്തിന് അടുത്താണ് നമുക്ക് വ്യത്യാസം വിലയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ZXi പ്ലസ് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. A to Z എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഇത് മെയിൻ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. 360 ക്യാമറ, അലോ വീൽ വരുന്നുണ്ട്. അതിനകത്ത് ഓട്ടോമാറ്റിക് മിറർ കൺട്രോൾ ഓൾട്ട് ഫോൾഡിംഗ് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മെയിനായിട്ട് പറയാനുള്ള സൺറൂഫ് ഉണ്ട്. മെയിനായിട്ട് സൺറൂഫും കാണാൻ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 4 ഡോർ പവർ വിൻഡോസ്, 6 എയർ ബാഗ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് നമുക്കിത് പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റും, പുതിയത് എടുക്കുന്ന പോലെ തന്നെ. കാരണം എന്താണ്? ഇനി നമുക്ക് 1 വർഷം കമ്പനി വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൂ വാല്യൂ വാറണ്ടി 1 ഇയർ വരുന്നുണ്ട്. അതായത് ടോട്ടൽ 2 വർഷം വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ സാധിക്കും. ഇത് വരുന്നത് 2019 മോഡൽ ZXi വേരിയന്റ് ആണ്. 3rd ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വന്നത് 75,000 ആണ്. റേറ്റ് വന്നത് 360. നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇത് മാരുതി സുസുക്കിയുടെ സെലറി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? അപ്പോൾ ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി VXi ആണ് വേരിയന്റ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് VXi വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ടൈപ്പ് 2 സ്വിഫ്റ്റ് നോക്കുന്നവരാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം ഇവിടെ നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2014 മോഡൽ VXi വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റേറ്റ് വന്നത് 3,95,000 രൂപയാണ്. ചോദിക്കുന്ന പ്രൈസില് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോഴത്തേക്കും നമുക്കൊരു 3 ഇയർ ഒക്കെയാണ് ലോൺ ചെയ്യാൻ. കാലാവധി കുറച്ച് കുറയൂലേ? അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് 4 സിലിണ്ടർ സ്വിഫ്റ്റ് അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 76,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. റേറ്റ് വരുന്നത് 5,10 ആണ്. വേരിയന്റ് വന്നത് LXi ആണ് കേട്ടോ. LXi വേരിയന്റ് പെട്രോൾ മാനുവൽ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി വരുന്നുണ്ട്. 6 മാസം 7,500 കിലോമീറ്റർ വാറന്റി വരുന്നത്. പ്ലസ് 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് സ്വിഫ്റ്റ് കാറുകൾ ആവശ്യമാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ന്യൂ ഫേസിൽ വരുന്ന വാഗനർ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വാഹനമാണിത്. ഡീറ്റെയിൽസ് ആണ് തന്നെ 2023 മോഡൽ ZXi പ്ലസ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 6,55,000 രൂപയാണ്. ഇതാകുമ്പോഴത്തേക്കും 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകാം. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 വണ്ടി ഇറക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഇതിനൊക്കെ ഫുൾ ലോൺ കയറും. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. അപ്പോൾ വരുന്ന കസ്റ്റമർ നല്ലതാണെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. 4 സിലിണ്ടർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് എന്തായാലും ഈ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കളക്ഷൻ കാണാൻ പറ്റും. അത്രയധികം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. 4 സിലിണ്ടർ മാത്രമല്ല വരുന്നത്,
3 സിലിണ്ടറും വരുന്നുണ്ട്, അതുപോലെ തന്നെ പഴയ ടൈപ്പ് 2, 3 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് മാരുതിയുടെ സ്വിഫ്റ്റ്. ഡീറ്റെയിൽസ് അതിന് വരുന്നത്. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വെഹിക്കിളാണ്. ZX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 26,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റേറ്റ് വന്നത് 5,60,000 രൂപ. 5,60,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ കച്ചവടം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ കൂടാതെ ഓണം ഓഫറും തരുന്നുണ്ട്. പിന്നെ ZX-ൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 50,000 രൂപയാണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നത്. നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ എർട്ടിഗ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെഗ്മെന്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഡീറ്റെയിൽസ് തന്നെ തന്നെ 2022 മോഡൽ VXA ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വെഹിക്കിള്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 73,000 കിലോമീറ്റർ ഓടിക്കണത്. റേറ്റ് വന്നത് 8,85,000 രൂപയാണ്. 8,85,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെയ്തതിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണം പ്രമാണിച്ചിട്ട് സ്പെഷ്യൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് മാനുവൽ വെഹിക്കിൾ ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് 6 മാസം വാറണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 മാസം അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ 3 ഫ്രീ സർവീസും. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു VXA ഓപ്ഷനിൽ വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജോട് കൂടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി എക്സ്പ്രസോ അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പ്രസിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2023 മോഡൽ VXA വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ വരുന്നത് 71,000 കിലോമീറ്റർ തന്നെ. റേറ്റ് വരുന്നത് 4,60,000 രൂപയാണ്. 4,60,000 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം നമുക്ക് അത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. VXA എന്ന് പറയുന്ന വേരിയന്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ? ഇതിനകത്ത് ടച്ച് സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവറും കൂടി ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ആയിട്ട് ഈ ഒരു വാഹനത്തിന് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. കാരണം എന്താണ്? ഇതിന് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ 3 ഫ്രീ സർവീസും. അത് നമുക്ക് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. പുതിയതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. മാരുതി സുസുക്കിയുടെ ബ്രസ ഫുൾ ലോഡ് വണ്ടിയാണ്. ഈ ഒരു വാഹനം പുതിയത് എടുക്കുന്ന നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള വാഹനം. ഏകദേശം നമുക്കൊരു 3.5 ലക്ഷത്തിന് അടുത്ത് നമുക്ക് ഡിഫറൻറ്റ് വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. 2023 മോഡൽ ZXA ഓട്ടോമാറ്റിക് വണ്ടിയാണത്. സിംഗിൾ ഓണർ 38,000 കിലോമീറ്റർ ഓടിയേക്കണത്. റേറ്റ് വന്നത് 11,60,000 രൂപയാണ്. 11,60,000 രൂപ. ഇതിന്റെ പുതിയനൊക്കെ ഓൺ റോഡ് പ്രൈസ് എത്ര വരും? ഓൺ റോഡ് വരുമ്പോൾ 15,80,000 രൂപ ഏകദേശം വരുന്നുണ്ട്. ഏകദേശം നമുക്ക് നല്ല രീതിയിൽ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഫേസും ഞങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ ബ്രസലെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZXA ആയതുകൊണ്ട് തന്നെ ഫുൾ ലോഡ് വണ്ടി, സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. ഫുൾ ലോഡ് വണ്ടിയാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അറിയേണ്ടത് നമുക്ക് ലോണിലാണ് എടുക്കുന്നെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് 50,000 രൂപ തന്നെയാണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കുക അല്ലേ. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. വാറന്റി കൊടുക്കാൻ പറ്റുമോ? 1 ഇയർ വാറണ്ടി കിട്ടും. 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വാറണ്ടി 3 ഫ്രീ സർവീസും കിട്ടും. അപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടി തന്നെ എടുക്കാൻ പറ്റുന്ന വാഹനമാണ് ഇത്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും ഈ വാറണ്ടി സർവീസും കിട്ടും. അത്യാവശ്യം യൂസ്ഡ് മേഖലയിൽ ഹൈ ഡിമാൻഡ് വെഹിക്കിളായിട്ട് കാണപ്പെടുന്ന ഒരു വാഹനമാണ് എക്സ്ക്രോസ്. അതും ഡീസൽ വാഹനമാണ് നമ്മുടെ ഈ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം ഒന്നുമില്ല. ആ ഒരൊറ്റ വാഹനം നമ്മുടെ എക്സ്ക്രോസ് ഡീസലായിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 മോഡൽ സീറ്റ വേരിയന്റ് ആണ്. ഗ്ലോണർ വണ്ടി 90,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റേറ്റ് വന്നത് 6,30,000 രൂപയാണ്. 6,30,000. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിലയിൽ. പിന്നെ അതുപോലെ തന്നെ ഓണം പ്രമാണിച്ചിട്ട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് പറയേണ്ടത് സീറ്റ എന്ന് പറയുന്നത് ആൽഫയുടെ തൊട്ട് താഴെ വേരിയന്റ് അല്ലേ. ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീല്, അതുപോലെ തന്നെ 4 പവർ വിൻഡ്, ABS കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഇതിന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്നതിന് അത്രയും നല്ല സിബിലും കാര്യങ്ങളൊക്കെ ലോക്ക് ആണെങ്കിൽ ഇവർ ചെയ്തു തരും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ അവിടെ എറണാകുളം കുണ്ടന്നൂര്. ഇത് മാരുതിയുടെ ബലേനോ അല്ലേ. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുന്നത് 2021 മോഡൽ ഡെൽറ്റ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ 38,000 കിലോമീറ്റർ ഓടിയേക്കണത്. റേറ്റ് വരുന്നത് 6,20,000 രൂപയാണ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ഏകദേശം ഒരു 40 രൂപ 50 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് വാറണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് 6 മാസം അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വാറണ്ടിയും കൂടി കിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. ഇത് ട്രൂ വാലി സർട്ടിഫൈഡ് വാഹനമാണ്. ഒരുപാട് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വാറണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. ലൊക്കേഷൻ വരുന്നത് എറണാകുളം കുണ്ടന്നൂർ.